ഹലോ ഗൈസ്, നമസ്കാരം. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ഡേയുടെ ആശംസകൾ. നമ്മൾ ഈ പാവയ്ക്ക കൂട്ടാത്തവരാരുമില്ല. പാവയ്ക്ക എല്ലാവരും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. പക്ഷേ ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ പാവയ്ക്കയ്ക്ക് ഒത്തിരി വിഷാംശങ്ങളൊക്കെ ചേർത്താണ് വിളവിടും ഒക്കെ ഇവരുണ്ടാക്കുന്നത്. എനിക്കിന്ന് കുറച്ച് പാവയ്ക്ക കിട്ടി. അത് ഞാൻ വിഷം നമുക്ക് കളയാൻ എങ്ങനെ പറ്റും? ഒരുവിധം വിഷം കളയാനുള്ള ഒരു രീതിയിലാണ് ഞാനിത് നോക്കുന്നത്. ഇതിനകത്തേക്ക് കുറച്ച് ഇതൊന്നും ഇട്ടിട്ട് ഇതിനകത്ത് വെള്ളം എടുത്ത് വെച്ച് തിളപ്പിക്കും. ഞാൻ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുപൊടിയൊക്കെ ഇട്ട് അത് നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് ഇട്ടിട്ട് 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് പയ്യൊന്ന് തിളച്ച് വരുമ്പോൾ അത് കോരി ഒരു കുറേ വെള്ളത്തിലേക്ക് 3-4 നീര് കഴുകി വെയിലത്തിട്ട് ഉണങ്ങിയെടുക്കും. എന്നാലും കാണും വിഷാംശം. എന്നാലും നമ്മൾ നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ആവശ്യം എങ്ങനെയാണ് വാട്ടുന്നതിന് അതിനേക്ക് നമുക്ക് കിടക്കാം. എന്നെ കണ്ടോ? നമ്മൾ ഉപ്പിടുവാണ്. ചേറെ ഉപ്പിരുന്നോട്ടെ. അത് 2 നേരം നമ്മളിത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം ഇത് കഴുകി കഴിയുമ്പോൾ ആ ഉപ്പ് പറയാൻ നമുക്ക് പോകുമല്ലോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നമ്മൾ മഞ്ഞൾ നമുക്ക് എല്ലാ വിഷങ്ങൾക്കും നല്ലതാണെന്നാണല്ലോ പറയണേ. അപ്പോൾ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു വിധം നമുക്ക് അതിനകത്ത് വിഷം പോകുമെന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് ഞാനങ്ങോട്ട് മഞ്ഞൾ ഒരു വിഷസംഹാരിയാണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇടുകയാണ് വെള്ളത്തിലേക്ക്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കട്ടെ. ഇനി നമുക്ക് പാവയ്ക്ക 2-3 നീര് കഴുകിയെടുക്കാം. ഇതൊന്നും കഴിക്കാൻ അത്ര നല്ല അത്രയും പോകുന്ന നമ്മൾ വിശ്വസിക്കുന്നു. ഇതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ സാധ്യത കുറവാണ്. പക്ഷേ ഞാനിങ്ങനെ പാവയ്ക്കാണ് ചെയ്തത്. ഞാൻ കഴിഞ്ഞ കുറേ വെളിച്ചിലെ പിള്ളേർ നമ്മുടെ കുറച്ചിട്ടപ്പെട്ട പിള്ളേർക്കൊക്കെ ഞാൻ കുറച്ച് ഇടാറുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ കഴുകി വാരി നമ്മൾ നന്നായിട്ട് വെള്ളം വന്നു കഴിയുമ്പോൾ ആ വെള്ളത്തിലേക്ക് തിളപ്പിച്ച് ലേശം കാശ്മീരി ചില്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിയുടെ ഉപകരിയില്ലാത്ത മുളക് തിരിഞ്ഞ് എടുത്തേക്ക് വെച്ച് ഉണങ്ങി നന്നായി കഴിയുമ്പോൾ വറുത്ത് കൂട്ടാം. പിന്നെ അച്ചാറിടാൻ നല്ലതാണ്. അതുപോലെ പാവയ്ക്ക അച്ചാറിടാനൊക്കെ നല്ലതാണ്. ഇതിൻ്റെ ഇതിനൊക്കെ നമുക്ക് കഴുകിയെടുത്ത് കുറച്ചൊക്കെ ഇതിനൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മളെല്ലാ സാധനങ്ങളും കടന്ന് മേടിച്ച് കഴിക്കുന്നത്. നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മളുടെ വിശ്വാസമാണ്. വിഷം പോയി, നമ്മളത് ചെയ്തപ്പോൾ വിഷം പോയി, ഇത് ചെയ്തപ്പോൾ വിഷം പോയി, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇട്ടപ്പോൾ വിഷം പോയെന്നൊക്കെ നമ്മുടെ വിശ്വാസം. അല്ലാതെ പോകുന്ന നമുക്ക് ഉറപ്പൊന്നുമില്ല. എന്നാലും ഇതൊക്കെ മനുഷ്യർ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. പാവയ്ക്കയുടെ വറുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പാവയ്ക്ക തീയിൽ വെക്കുന്നതും വറക്കുന്നതും പിന്നെ അച്ചാറിടാനൊക്കെ സൂപ്പറാണ് പാവയ്ക്ക. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലും നല്ലതാണ്. എനിക്ക് നേരത്തെ 2 പാവലൊക്കെ നട്ട് വരുമ്പോൾ പാവയ്ക്കൊക്കെ ഉണ്ടാകുമായിരുന്നേ. പക്ഷെ ഇപ്പം അതങ്ങോട്ട് സക്സസ് ആകുന്നില്ല. ഇപ്രാവശ്യം നട്ടിട്ട് കാലാവസ്ഥ മഴ വരുമ്പോൾ മഴ തന്നെ, വെയിലാകുമ്പോൾ വെയിൽ. ഇപ്പോൾ ഭയങ്കര ശൈത്യമല്ലേ. നടുന്ന തൈകളെല്ലാം അങ്ങോട്ട് വീണ് പോകും. വേണ്ടല്ലേ നമ്മൾ ഒരു നീരും കൂടെ കഴിക്കണം. പിന്നെ ഇത് കുറച്ചൊന്ന് കഴുകി എടുക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തണേ. പിന്നെ നെക്സ്റ്റ് ഷോട്ടിൽ നമ്മൾ കാണിക്കുന്നുള്ളൂ. ഇനി ഇത് വെള്ളത്തിലേക്ക് ഇടണം. നമ്മൾ 2 പാർട്ടായിട്ടാണോ വീഡിയോ ഇടുന്നത്? ഇനി 2 പാർട്ടായിട്ടില്ലാണ് കാണുന്നത്. ഒത്തിരി നേരമുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കിയതാണോ? അല്ല, വാങ്ങിച്ചതാണ്. വീട്ടിൽ നിന്നുണ്ടാക്കിയതാണ്. അത് വാങ്ങിച്ചതാണ്.
ഇവിടെ ഒരു അംഗൻവാടിയിലെ ഹെൽപ്പറുണ്ട്. അവർക്ക് പാവയ്ക്ക കൃഷിയിലാണ്. അവർ വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതായത് കാരണം നമുക്ക് എപ്പാടെയും കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട്. നമുക്കൊന്ന് ചുവ നോക്കിയിട്ടൊക്കെ ചെയ്യാൻ നോക്കുമ്പോഴാണ്. ഹലോ ഗൈസ്, നിങ്ങൾക്കാർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഇത് പാവയ്ക്കയുടെ വിഷം കളയാനുള്ള എന്തെങ്കിലും ട്രിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക. നമുക്കിനി അടുപ്പിൽ വെള്ളം വെച്ചു തിളച്ചിട്ടിടാം. തിളയ്ക്കുമ്പോൾ ഒന്നും വേണമെങ്കിൽ ഇതിന് കുറച്ച് വെള്ളം തിളച്ച് പാവയ്ക്ക വാട്ടി വരുന്ന പാർട്ട് അടുത്തായിട്ടാം നമ്മളപ്പം. അപ്പോൾ ബൈ.